കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ ബെഞ്ചമിനാണ് പ്രതി. മോഷണത്തിനാണ് പ്രതി ഹോസ്റ്റലിൽ എത്തിയത്. പോലീസ് പിടികൂടുമ്പോൾ ഇയാൾ മറ്റൊരു സ്ത്രീയെ ആക്രമിക്കുകയായിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ, ആ ഇടപെടൽ മൂലം ഒരു മനുഷ്യമൃഗത്തെ തന്നെയാണ് തടവറയ്ക്കുള്ളിലാക്കിയിരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ അയാളെ ഇന്നലെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ അയാൾ കേരളത്തിൽ തിരിച്ചെത്തി പല സ്ത്രീകളെയും ആക്രമിക്കുമായിരുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ ഏതാണ്ട് പുലർച്ചെ 2 മണിയോടെ ഒരാൾ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത്. പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒരു തെളിവുമില്ലാതിരുന്ന കേസിൽ 48 മണിക്കൂർ കൊണ്ട് ആ പ്രതിയെ കണ്ടെത്തി. ആ പ്രതിയുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാൾ ബെഞ്ചമിൻ, മധുര സ്വദേശി ബെഞ്ചമിൻ ഒരു ട്രക്ക് ഡ്രൈവറാണ്. ട്രക്ക് ഡ്രൈവറായിട്ടാണ് കേരളത്തിൽ വന്നത്. അയാൾ സാധനങ്ങളുമായി വന്ന ട്രക്ക് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ കേരളത്തിൽ വന്ന ശേഷം തിരിച്ചു പോകുമ്പോൾ പുലർച്ചെ 2 മണിയോടെയാണ് കഴക്കൂട്ടത്തെത്തിയത്. അപ്പോഴാണ് ഇയാൾ ആ ട്രക്കിൽ നിന്നിറങ്ങി സമീപത്തെ വീടുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ മോഷണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയത്. അങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി അയാൾ ആ ഹോസ്റ്റലിൽ കയറി. ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ പേയിങ് ഗസ്റ്റായിട്ട് ഉള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി 2-3 നിലയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ആദ്യം ഈ പീഡനത്തിനിരയായ പെൺകുട്ടി താമസിക്കുന്ന മുറിയുടെ മുകളിലത്തെ നിലയിൽ കയറി അവിടെ നിന്ന് ഹെഡ്ഫോൺ മോഷ്ടിച്ചു. അതിനുശേഷം അയാൾ താഴെ ഇറങ്ങി വരുമ്പോഴാണ് ഈ റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത്, അതായത് അകത്തുനിന്ന് ലോക്കിട്ടില്ല എന്ന് കാണുന്നത്. അങ്ങനെയാണ് അയാൾ അകത്ത് കയറുകയും പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ശ്രമിക്കുകയും ചെയ്തത്. അതിനുശേഷം അയാൾ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾ നൽകുന്ന മൊഴി, ഈ ഹോസ്റ്റലിൽ എത്തുന്നതിന് മുമ്പ് അയാൾ 3 വീടുകളിൽ കൂടി അയാൾ മോഷണം നടത്തി എന്നുള്ളതാണ്. മാത്രമല്ല അയാൾ പറയുന്നത്, ഈ ബെഞ്ചമിൻ എന്ന ആളുടെ മൊഴി അനുസരിച്ച് അയാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. പക്ഷേ ഇയാൾ ഓടിക്കുന്ന ട്രക്ക് നേരത്തെ വന്നിട്ടുണ്ട്, അത് മറ്റു ഡ്രൈവർമാരാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇത്തവണ ഇയാളാണ് ആദ്യമായിട്ട് വരുന്നത്. തമിഴ്നാട്ടിൽ ഇയാൾ സ്ഥിരം ട്രക്ക് ഡ്രൈവറായി പോകാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ബെഞ്ചമിൻ്റെ നമ്മളെ ഭയപ്പെടുത്തുന്ന മൊഴി. മാത്രമല്ല അയാൾ കൂടുതലും ലക്ഷ്യമിട്ടിരുന്നത് തെരുവുവാസികളായ സ്ത്രീകളെയാണ് എന്ന് മൊഴി നൽകിയിരുന്നു. ഇന്നലെ കേരള പോലീസ് 200ഓളം CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തത്. അതിനുശേഷം ഇയാളുടെ റൂട്ട് CCTV അനുസരിച്ചാണ് നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് പോയത്. അങ്ങനെ തമിഴ്നാട്ടിൽ മധുരയ്ക്ക് അടുത്ത് വെച്ചാണ് ഇയാൾ ട്രക്കിൽ തന്നെ ഉള്ളപ്പോഴാണ് പിടികൂടുന്നത്.